മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് എക്കോട്ടോൺ ആൻഡ് എഡ്ജ് എഫക്റ്റ്. എക്കോട്ടോണും എഡ്ജ് എഫക്റ്റും എപ്പോഴും ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും. എക്കോട്ടോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ എക്കോട്ടോണിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ആ ഒരു റീജിയനിൽ വരുന്ന എഫക്റ്റായിട്ട് നമുക്ക് എഡ്ജ് എഫക്റ്റിനെയും കൂടി പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്കോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബൗണ്ടറിയാണ്, ഒരു ട്രാൻസിഷൻ റീജിയൻ ആണെന്ന് പറയാം. അതായത് രണ്ട് മെയിൻ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ട്രാൻസിഷൻ ഏരിയ, ആ ഒരു ബ്രിഡ്ജ് ഏരിയനെയാണ് എക്കോട്ടോൺ എന്നുള്ളത് രീതിയിൽ പറയുന്നത്. ആ ഒരു റീജിയനിൽ നമുക്കറിയാം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. ഈ രണ്ട് എക്കോസിസ്റ്റത്തിൽ വരുന്ന സ്പീഷീസും ഈ എക്കോട്ടോൺ ഏരിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിന് പുറമെ ഒരുപാട് സ്പീഷീസ് കൂടുന്നത് കൊണ്ട് തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഈ എക്കോട്ടോണിൽ വരുന്ന സ്പീഷീസിനെയാണ് എക്കോട്ടോൺ സ്പീഷീസ് എന്ന് പറയാം. അതുപോലെ തന്നെ ആ രണ്ട് നൈബറിങ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഈ എക്കോട്ടോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ് എന്നുള്ള പല കാര്യങ്ങളും എക്കോട്ടോണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്കോട്ടോൺ നമുക്ക് ഒരു ബഫർ സോണായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ എൻവയോൺമെൻറ്റലായിട്ട് നോക്കുന്ന സമയത്ത് ഈ എക്കോട്ടോണിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്റ്റഡി നടത്തുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുള്ള എക്കോട്ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എസ്റ്റുറീസ് പറയാം, അല്ലെങ്കിൽ മാർഷ് ലാൻഡ്സ് പറയാം. ഇപ്പോൾ ഒരു റിവർ, ഒരു നദിയും ആ ഒരു നദിയുടെ തീരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഒരു എക്കോസിസ്റ്റം, അതിൻ്റെ ഇടയിലുള്ള ഒരു എക്കോട്ടോൺ എന്നുള്ള രീതിയിൽ നമുക്ക് മാർഷ് ലാൻഡ്സ് പറയാം. അപ്പോൾ ഒരു വെറ്റ് എക്കോസിസ്റ്റവും ഒരു ഡ്രൈ എക്കോസിസ്റ്റവും അതിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഈ മാർഷ് ലാൻഡ്സ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ഏരിയയിലുള്ളതിനേക്കാളും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നതും, അതുപോലെ എന്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ആ ഒരു മിഡിൽ ഏരിയയിലായിരിക്കും. അപ്പോൾ അത് ഒരു എക്കോട്ടോൺ എന്നുള്ള രീതിയിൽ പറയാം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു 3-4 എക്കോട്ടോൺസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ പറഞ്ഞ മാർഷി ഏരിയാസ് വരും. മാർഷ് ലാൻഡ്സ് പറയുമ്പോൾ അത് റിവർ ബാങ്കിൻ്റെയും ഇടയിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ വരുന്ന ആ മാർഷ് ലാൻഡ്സ്. അതുപോലെ ഇപ്പോൾ പറയുമ്പോൾ ഫോറസ്റ്റിൻ്റെയും ഈ ഒരു ഡെസേർട്ടിൻ്റെ ഇടയിൽ വരുന്ന ഗ്രാസ് ലാൻഡ് നമുക്കൊരു എക്കോട്ടോൺ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഒരു ഫോറസ്റ്റും ഒരു ഡെസേർട്ടും ഒരുപാട് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ട്രാൻസിഷൻ ബൗണ്ടറി എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രാസ് ലാൻഡിൻ്റെ കാര്യം പറയാം. ഗ്രാസ് ലാൻഡിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ എസ്റ്റുറീസ് നമുക്ക് പറയാം, ഒരു ഫ്രഷ് വാട്ടറിൻ്റെയും മറൈൻ വാട്ടറിൻ്റെയും ഇടയിൽ വരുന്നൊരു എക്കോട്ടോൺ ആയിട്ട് നമുക്ക് എസ്റ്റുറീസിൻ്റെ കാര്യം പറയാം. പിന്നെ പറയാനുള്ളതാണ് മാൻഗ്രൂവ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു എക്കോട്ടോൺ ആണെന്ന് പറയാം. അപ്പോൾ അത് ടെറസ്ട്രിയൽ ആയിട്ടുള്ളതും മറൈൻ ആയിട്ടുള്ളതും അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു എക്കോട്ടോൺ ആണ് മാൻഗ്രൂവ് പറയാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ഈ എക്കോട്ടോൺസിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയാനുള്ളതാണ് ഈ ചില എക്കോട്ടോൺസ് മാൻമെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. നാച്ചുറലായിട്ട് ഒരുപാട് എക്കോട്ടോൺ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അതേപോലെ മാൻമെയ്ഡ് ആയിട്ടുള്ള എക്കോട്ടോൺസും ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഡൈവേഴ്സിറ്റിയുടെ കാര്യം തന്നെ. ഇത്രയും പറഞ്ഞത് തന്നെ ഒരുപാട് തരത്തിലുള്ള ഡൈവേഴ്സ് സ്പീഷീസ് രണ്ട് മെയിൻ എക്കോസിസ്റ്റത്തിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഈ എക്കോട്ടോൺ ഏരിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇതൊരു സോൺ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോൺ ഓഫ് ട്രാൻസിഷൻ അല്ലെങ്കിൽ സോൺ ഓഫ് ടെൻഷൻ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് ഇൻ്റർമീഡിയറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതൊക്കെ അപ്പോൾ ഒരു എക്കോട്ടോണിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിലയിൽ പറയാം. ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഈ എക്കോട്ടോണിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എക്കോട്ടോണിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിൻ്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൊണ്ട് തന്നെയാണ്. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റഡി നടത്താനും, അതുപോലെ ഒരുപാട് ആനിമൽസിനും മറ്റുമില്ല നെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് ഈ ഒരു എക്കോട്ടോൺ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ അതുകൊണ്ട് കൂടുതലായിരിക്കും. എക്കോട്ടോണിൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കൂടുതലാണെന്ന് പറയാം. പിന്നെ എക്കോട്ടോൺ ഒരു ബഫർ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ അടുത്തുള്ള ആ ബൗണ്ടറി, അടുത്തുള്ള ആ മെയിൻ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് ഉള്ള ആ പൊല്യൂഷൻ ഉണ്ടാവുന്ന ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു പൊല്യൂഷന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്കോട്ടോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വെറ്റ് ലാൻഡ് റിവറിലേക്ക് പോകുന്ന പൊല്യൂഷനെ പരമാവധി അബ്സോർബ് ചെയ്തിട്ട് ആ റിവറിനെ പൊല്യൂഷന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എക്കോട്ടോൺ ഒരു ബഫർ സോണായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയാം.
പിന്നെ പറയുമ്പോൾ ഈ എക്കോട്ടോൺ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അഥവാ എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഈ എക്കോട്ടോണിനെ പറയാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ജീൻ ഫ്ലോക്ക് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജായിട്ട് ഈ എക്കോട്ടോൺ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞു ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലാണ്. അപ്പോൾ ആ രണ്ട് എക്കോസിസ്റ്റത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെയുള്ള പോപ്പുലേഷൻ്റെ ഇടയിൽ ജീൻ ഫ്ലോ നടത്താൻ വേണ്ടി ഒരു ബ്രിഡ്ജായിട്ട് എക്കോട്ടോൺ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബഫർ സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൊല്യൂഷൻ സ്റ്റഡിക്ക് എൻവയോൺമെൻറ്റൽ സ്റ്റഡിക്കും മറ്റും യൂസ് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ളവർ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ എക്കോട്ടോൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ എക്കോട്ടോണും എഡ്ജ് എഫക്റ്റും തമ്മിൽ എങ്ങനെ വരുന്നത്? ഈ എക്കോട്ടോണിൽ ഉണ്ടാകുന്ന സ്പീഷീസ് ആ ഒരു ട്രാൻസിഷൻ ഏരിയയിലായതുകൊണ്ട് തന്നെ ആ സ്പീഷീസിൻ്റെയും ആ ഒരു ട്രാൻസിഷൻ കാണാൻ വേണ്ടി പറ്റും, ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും. ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് അടുത്തൊരു എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ആ ഒരു എഫക്റ്റിനെയാണ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയാം. എഡ്ജിലുള്ള ആ ഒരു എഫക്റ്റ് എക്കോട്ടോൺ സ്പീഷീസിൻ്റെ ആ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു നമ്പർ, അങ്ങനത്തെ ചേഞ്ചിനെയാണ് എഡ്ജ് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജിലായിരിക്കും കൂടുതൽ വരുന്നത്. അതുപോലെ ഈ എക്കോട്ടോൺ സ്പീഷീസ് നമ്മൾ എഡ്ജ് സ്പീഷീസ് എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് എക്കോട്ടോൺ എന്താണെന്ന് പറഞ്ഞു, എക്കോട്ടോണും എഡ്ജ് എഫക്റ്റും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, അതേപോലെ എക്കോട്ടോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്കോട്ടോണിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. എക്കോട്ടോൺ എങ്ങനെയാണ് ഒരു ബഫർ സോണായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു ടെൻഷൻ സോണായിട്ട് ആക്ട് ചെയ്യുന്നത്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ ഡൈവേഴ്സിറ്റി കൂടുതലുള്ളതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളും, എൻവയോൺമെൻറ്റൽ സ്റ്റഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്കോട്ടോണിനെയും എഡ്ജ് എഫക്റ്റിനെയും കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.